കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന്റെ ബാക്കി വിശേഷം നാളത്തെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സച്ചി കുളിച്ച ഡ്രസ്സൊക്കെ മാറുവാണ്. ഈ സമയത്ത് രേവതി ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുക. രേവതി ചോദിച്ചു, നീ എന്തെടുക്കുവാന്ന് ചോദിക്കുക. അതെ, ഞാൻ ഇവിടെ ദോശ ഇട്ടോണ്ടിരിക്കുക, കാണാൻ മേലെന്ന് ചോദിക്കോ. ഓ, തമാശ പറഞ്ഞാണോ? അപ്പം മനസ്സിലായി എന്ത് ചെയ്യുവാന്നല്ലേ. പിന്നെ ഞാൻ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുന്ന കാണാൻ മേലേ. അപ്പൊ നിന്നോട് ഒരുങ്ങാൻ പറഞ്ഞു പുറത്തു പോകണമെന്ന് പറഞ്ഞു. എന്തിന്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞില്ലായിരുന്നു ചോദിക്കും. ശ്രീകാന്ത് പറഞ്ഞു എന്തോ കപ്പിൾസിന് വേണ്ടിയിട്ട് അവൻ എന്തോ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഈ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ പുതിയതായിട്ട് കല്യാണം കഴിച്ചേ, നമ്മളങ്ങനെയാണോന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചു പറഞ്ഞു, നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഓ, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അല്ലാതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ, നമ്മൾ 2 അന്യഗ്രഹ ജീവികളല്ലേന്ന് ചോദിക്കുക. അത് കേട്ട സച്ചു പറഞ്ഞു, എന്താ നീ മനുഷ്യനെ കളിയാക്കുവാണെന്ന് ചോദിക്കുക. കളിയാക്കിയതല്ല, ഉള്ള കാര്യം പറഞ്ഞ. ഇത് കേട്ടപ്പം സച്ചു പറഞ്ഞു, അവൻ വിളിച്ചല്ലേ, പോവാതിരിക്കാൻ പറ്റില്ല, റെഡിയാവാൻ പറയാണ്. ഇത് കേട്ട് രേവതി പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? ഭാര്യയും ഭർത്താവിനെയും വിളിച്ചെടുത്ത് എനിക്ക് വരേണ്ട ആവശ്യമില്ലോ എന്ന് പറയാ. ഓ, എന്നാ ശരി. അതെ, ഭർത്താവ് വിളിക്കണേ, ഒന്ന് ഒരുങ്ങി റെഡിയാകാം, ഒന്ന് വരാവോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേവതിയുടെ മുഖത്തൊരു ചിരിയൊക്കെ വന്നു. ശരിയെന്ന് പറയണ. എന്നാ പെട്ടെന്ന് റെഡിയാവോ, ഇങ്ങനെ നോക്കി നിൽക്കാന്ന് പറയാ. രേവതി അങ്ങനെ റെഡിയാവുകയാണ്. ഈ സമയത്ത് 2 സാരി എടുത്തിട്ട് കാണിച്ചു. ഇതിൽ ഏത് ഉടുക്കണമെന്ന് ചോദിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഉടുത്തോളാൻ പറയണം. അത് കേട്ട് രേവതിയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് സച്ചി ഒരു സാരി അങ്ങ് സെലക്ട് ചെയ്തു. ഇത് ഉടുത്താൽ മതി, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയാം. രേവതിക്ക് സന്തോഷമായി. ആദ്യമായിട്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയണേ. സച്ചി പറഞ്ഞു, ഞാൻ താഴെ കാണും, നീ ഡ്രസ്സ് ചെയ്ത് അങ്ങോട്ട് വന്നാൽ മതി എന്ന് വേണം. ശരിയെന്ന് പറയാ. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും കൂടെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട്, ബാ ഏട്ടാന്ന് വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവാൻ. എന്നിട്ട് ടേബിളിലെത്തി. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഇപ്പൊ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രേവതിയുടെ സച്ചിയുടെ വരവ് അങ്ങോട്ട്. രേവതി പറഞ്ഞു, ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റില് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് പറയാ. സച്ചി പറഞ്ഞു, ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വണ്ടിക്കകത്ത് ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് അവർ കയറി കഴിക്കണ സമയത്ത് നമ്മൾ പുറത്തു പോയി എവിടെന്തെങ്കിലും കഴിക്കുള്ളൂ. ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാനുള്ള പാങ്ങൊന്നും നമുക്കില്ല എന്ന് പറയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചി അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട ശ്രുതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. എല്ലാം റെസ്റ്റോറൻറ്റിലേക്ക് എന്തിനാ വരുന്നത്? ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലത്തെ ടേബിളിൽ തന്നെ 2 പേരും കൂടെ അങ്ങോട്ട് ഇരിക്കുവാണ്. ശ്രുതിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ വരവ്. ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്ത് വന്നപ്പോ ചോദിച്ചു, അല്ല ശ്രീകാന്തെ, നീ പറഞ്ഞ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടെന്നുള്ളേ, എന്നിട്ട് പിന്നെ ഇവരും ഉണ്ടല്ലോ. അതേട്ടാ, ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്ന അറിയാവോ. നിങ്ങൾ 2 പേരും വന്ന് സംസാരിച്ച് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച നിങ്ങൾക്ക് 2 പേർക്കുമായിട്ട് ഞാൻ ട്രീറ്റ് ഒരുക്കിയെന്ന് പറയാം. ഓ, ഇതറിയുമായിരുന്ന ഞാൻ വരത്തില്ലായിരുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ഇവനുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഞാനും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവന്റെ മുന്നിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പോലും ദഹിക്കത്തില്ല എന്ന് പറയാം. ഇതേ 2 പേരും വന്നപ്പോ തന്നെ തുടങ്ങിയോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതേ ഈ സൂപ്പ് കുടിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് കൊള്ളാവോന്ന് പറയാൻ എന്ന് പറഞ്ഞ സൂപ്പും കൊടുത്തു. ഇതിവിടെ സച്ചി പറഞ്ഞു, ആഹാ കൊള്ളാലോ, നീ ഇവിടെ സൂപ്പൊക്കെയാണ് കുടിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെ, ഇവനിതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇവനാ തട്ടുകടയിലെ ദോശ ചമ്മന്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയണേ. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, ഓ, നീ പിന്നെ ഡെയിലി സൂപ്പിനകത്ത് കുളിക്കുന്ന ആളാണല്ലോ, എന്ന് സൂപ്പാണല്ലോ അവിടെ കുടിച്ചു കുളിക്കണേന്ന് ചോദിക്കുക. ശ്രുതിക്കിട്ടൊരു കൊട്ടു കൊടുക്കുവാണ്. രേവതി പറഞ്ഞു, അല്ല ശ്രീ, ഇതെന്താ ഫുഡിന് മുമ്പാണ് അത് കുടിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തിമ്മേ, എപ്പോ വെള്ളം കുടിക്കാന്ന് പറയണം. അല്ല, ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ജലദോഷമൊക്കെ വന്ന് വരുമ്പം അമ്മ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി തരാറുള്ളെന്ന് രേവതി പറയാം. രേവതിയുള്ള സത്യം പറഞ്ഞു. രേവതിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ടതും ശ്രുതി ഒന്ന് ചിരിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, ആഹാ കൊള്ളാലോ, നിങ്ങളുടെ വീട്ടിൽ അസുഖം വരുമ്പോഴാണ് സൂപ്പൊക്കെ കുടിക്കണേന്ന് ചോദിക്കുക. അത് രേവതിക്കുള്ള കൊട്ടായിരുന്നു. അത് കേട്ടപ്പോ രേവതിക്ക് സങ്കടമൊക്കെ വന്നു. കളിയാക്കിയതെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ എങ്കിൽ ഒന്നും മിണ്ടിയില്ല. അതെ, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാതിരിക്കുക, ഇത് കുടിക്കുക, ഇതിന് ശേഷം ഞാൻ അടുത്ത ഫുഡ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് ശ്രീകാന്ത് എന്ത് ചെയ്യാ, അടുത്ത ഫുഡ് എടുത്തോണ്ട് എന്നിട്ട് പറഞ്ഞു, ഇത് പുതിയ ഡിഷാ, പനീർ ഡിഷ്, ഞാൻ പുതിയതായിട്ടൊന്ന് പരീക്ഷണം നടത്തി നോക്കിയതാ, കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്, സൂപ്പറാണോന്ന്. അങ്ങനെ സച്ചി എടുത്ത് പ്ലേറ്റിനകത്തേക്ക് വെച്ചു. കഴിച്ചു വെക്കും. കൊള്ളാം, സൂപ്പറായിട്ടാണെന്ന് പറയാ. പിന്നീട് രേവതിക്ക് കൊടുത്തു, കഴിക്കാൻ പറയാണ്.
ഈ സമയം സുധിയും കൂടെ എന്ത് ചെയ്യുവാണ്, അവരും കഴിക്കാൻ തുടങ്ങി. അവരും അതൊക്കെ ഫോർക്കും മുള്ളും ഒക്കെ വെച്ചിട്ടാണ് അവര് കഴിക്കണേ. രേവതി എന്ത് ചെയ്യുവാണ്, രേവതി അതൊക്കെ എടുത്തു, അതൊക്കെ വെച്ച് കുത്തിയൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കി. രേവതിക്ക് അറിയില്ല, കാരണം രേവതി ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത് തന്നെ. അങ്ങനെയാണ് ഹോട്ടലിൽ കയറിയിട്ടുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ രേവതി അതിങ്ങനെയിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പം ശ്രുതിയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ്. സച്ചി ഇത് കണ്ടു. സച്ചിക്ക് സഹിക്കുവോ രേവതിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ? സച്ചി പെട്ടെന്ന് ശ്രുതിയോടല്ല രേവതിയോട് പറഞ്ഞു, അതെ നിനക്ക് നല്ല കൈയുണ്ടല്ലോ, നല്ല വൃത്തിയുള്ള കൈയുണ്ടല്ലോ, ഞാൻ കഴിക്കുന്ന കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് കഴിക്കുക, ആ കൈ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ്. ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അത് കേൾക്കാണ്ട് താമസം രേവതി അതൊക്കെ ഇട്ടിട്ട് കൈവച്ചാൻ കഴിക്കുക. ശ്രീകാന്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് അടുത്തി, ഫുഡ് നല്ലതാണോന്ന് ശ്രുതിയോട് ചോദിക്കാം. ആണോന്നോ, അമ്മയായിരിക്കും അല്ലേ പഠിപ്പിച്ചെന്നേ, അമ്മയുടെ കൈപ്പുണ്ണം അതേ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, കൊള്ളാം, അമ്മ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓ, ഈ നല്ല ഫുഡ് കഴിക്കുന്ന സമയത്തെങ്കിലും അമ്മയുടെ പേരൊന്നും മിണ്ടാതിരിക്കാവോ? നല്ല ഫുഡ് കഴിക്കുന്ന സമയത്താണോ ആ വൃത്തിയുടെ ഫുഡിനെ കുറിച്ചൊക്കെ പറയണെന്ന് പറയാം അമ്മ ഉണ്ടാക്കുന്നേ. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഞാൻ എന്താ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളത്തില്ലേന്ന് ചോദിക്കാം. ആഹാ, അപ്പൊ നല്ല ഫുഡ് ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല അല്ലേന്ന് ചോദിക്കാണ്. ശ്രുതിക്കൊട്ടൊരു കൊട്ടും കൂടെ കൊടുക്കുക. ശ്രീകാന്ത് പറഞ്ഞു, ഇതേ പിന്നെയും നിങ്ങൾ ഇങ്ങനെ ഉടക്കു വർത്താനം പറയാതെ ഒന്ന് ഇരുന്ന് കഴിക്കാൻ നോക്കാൻ പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ 3 ആമ്പിള്ളേരെ ഞങ്ങളുള്ളത്, 2 ഏടത്തിമാർ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം, അതുകൊണ്ടാ ഞാൻ നിനക്കൊരു ട്രീറ്റ് തരാന്ന് വെച്ചത് എന്ന് പറയാ. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഇത്ര വലിയ ഫാമിലിയിൽ നിന്നും കഴിഞ്ഞിട്ടില്ല, അറിയാലോ, എന്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിലാണ്, അപ്പൊ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നത്. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സ്നേഹം എന്തെന്നറിഞ്ഞ്, ഒരമ്മയുടെ സ്നേഹമൊക്കെ അറിഞ്ഞ് ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറയാം. ഇത് കേട്ട് സച്ചി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഓ അമ്മേനെ പുകഴ്ത്താനുള്ള ചടങ്ങായിരുന്നത്, അതെനിക്ക് അറിയത്തില്ലായിരുന്നു പറയാ. കാരണം രേവതിയോട് കാണിക്കുന്ന ചന്ദ്രമതി എങ്ങനെയാന്ന് സച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞത്. ശ്രീകാന്ത് പറഞ്ഞു, എന്റെ പൊന്നേട്ടാ ഒന്ന് മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കുക. ഞാൻ എന്നെയൊന്നും മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുവാണ്. അങ്ങനെ അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും പരസ്പരം മിണ്ടാത്തപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഇപ്പൊ നിങ്ങൾ ആരും എന്നെ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം സംസാരിക്കുക എന്ന് പറയാ. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, അന്നെങ്കിൽ നമുക്ക് ഇനി കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാന് ഇവിടുത്തെ ഫാമിലി ആയിട്ട് അത്ര അടുത്തിട്ടില്ല, വന്നല്ലേ ഉള്ളൂ, ഫാമിലി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലോ എന്ന് പറയാണ്. സച്ചിയോടും രേവതിയോടും ആയിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വിവാഹം എങ്ങനെയാ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ സച്ചിയും രേവതിയും പരസ്പരം നോക്കി. ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും ഞെട്ടിപ്പോയി, കാരണം അവർക്കറിയാം സത്യങ്ങളൊക്കെ, പക്ഷെ ഈ കാര്യങ്ങളൊന്നും ശ്രുതിക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം സച്ചി അപ്പോഴാണ് അറിയുന്നത്. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അല്ല അത് പിന്നെ എടുത്തി സുധിയേട്ടന് വേണ്ടിയിട്ട് ആലോചിച്ചതായിരുന്നു രേവതി ചേച്ചിനെ, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും സച്ചി പറഞ്ഞു, എന്തിനാ ശ്രീകാന്ത നീ ഇടുന്ന ബബ്ബ അടിക്കുന്നേ, അതിന്റെ ആവശ്യമില്ല, ഇത്ര ഇവിടെ അടുത്തായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടും ഈ കാര്യങ്ങളൊന്നും ശ്രുതി പറഞ്ഞു തന്നില്ലേ നിന്നോട് എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് സച്ചി. അപ്പൊ ശ്രുതി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. അറിയത്തില്ലല്ലേ, ആ ഇരിക്കുന്ന അവനുണ്ടല്ലോ, അവന് അച്ഛന് റിട്ടയർമെന്റ് ഫംഗ്ഷന് കിട്ടിയ 50 ലക്ഷം രൂപ, റിട്ടയർമെന്റ് ഫംഗ്ഷൻ റിട്ടയർമെന്റ് സമയത്ത് കിട്ടിയ 50 ലക്ഷം രൂപ, ആ 50 ലക്ഷം രൂപയായിട്ട് അവൻ മുങ്ങിയവനാ. രേവതിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് കതിർമണ്ഡപത്തിൽ വെച്ച് അവൻ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയി 50 ലക്ഷം കൊണ്ട്. എന്നിട്ട് അവൻ ഇരിക്കുന്ന ഇരിപ്പാന്ന് പറയാ. ഇത് കേട്ടതും ശ്രുതി ഒന്നും ഞെട്ടിപ്പോയി. താൻ ശ്രുതിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല, അവളിത് അറിഞ്ഞിരിക്കുന്നു, ഇനി എങ്ങനെയാണോ അവള് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, ഓഹോ അപ്പൊ ദയാവിവാഹമായിരുന്നല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി സച്ചി ഒന്ന് ഞെട്ടി, കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം ശ്രുതിയുടെ ഭാഗത്ത് തെറ്റിരിക്കുന്നേ. എന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് രേവതിനെ സച്ചിനെ കുറ്റപ്പെടുത്തി പറയുമ്പോ പെട്ടെന്ന് ആർക്കാണല്ലോ സഹിക്കുന്ന കാര്യമല്ലോ. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കാൻ നിർത്തി. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സച്ചി ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതെ അവൻ ഒറ്റയൊരുത്തൻ കാരണമാ ആ വിവാഹം നടക്കായിരുന്നേ, അവന് ആ വിവാഹം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അച്ഛന്റെ 50 ലക്ഷം തട്ടിയെടുക്കാണ്ട് അവൻ കളിച്ച നാടകമാണെന്ന് പറയാണ്. ഇത് കേട്ടപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതിനിപ്പോ ശ്രുതിനെ കുറ്റം പറയാൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്നറിയാവോ, ആ പൈസ ബിസിനസ് എന്നാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അച്ഛൻ കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടാവുമായിരുന്നോ, അത് കൊടുക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം. ശ്രുതിക്ക് ധൈര്യമായി, ഇവള് തന്നോടൊപ്പം നിൽക്കുന്നേ, തന്റെ ഭാര്യ തന്നെ. പെട്ടെന്ന് പറഞ്ഞു, ശ്രുതി പറഞ്ഞു 100% ശരിയാ, അച്ഛൻ എന്നോട് പറഞ്ഞു പൈസ തരണമെങ്കിൽ രേവതിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് രേവതിനെ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മണ്ഡപത്ത് വെച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അവളെ വിവാഹം കഴിച്ചായിരുന്നു ഇപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വന്നേനെന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതിക്ക് പിന്നെ സങ്കടമായിപ്പോയി. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, നീ കേട്ടില്ലേ അറിയാവുന്നതിന്റെ വടി കൊടുക്കലെന്ന്, കാരണം അച്ഛനെ റിട്ടയർമെന്റ് സമയത്തുണ്ടായിരുന്ന PF ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനത് വേണ്ട വിധം വിനിയോഗിക്കാൻ അറിയത്തില്ല.
അച്ഛനത് മര്യാദയ്ക്ക് ആദ്യമേ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറഞ്ഞ് എന്റെ തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എല്ലാം അച്ഛൻ ഒറ്റ ഒരുത്തൻ കാരണമെന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, കുറെ സമയം നീ അച്ഛനെ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇനി അച്ഛനെ ഒന്നും പറയില്ലെന്ന് പറയാണ്. അല്ല അച്ഛനല്ലേ കാരണക്കാരൻ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റെന്ന് ചോദിക്കാം. പിന്നീട് ശ്രുതിയോട് കുറച്ച് ഇംഗ്ലീഷിലെ കുറെ ഡയലോഗ് അങ്ങ് അടിക്കുവാണ് ശ്രുതി. ഇതെല്ലാം കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? സച്ചി പറഞ്ഞു, ശ്രീകാന്തെ വേണമെങ്കിൽ ശ്രുതിയോട് മിണ്ടായിരിക്കാൻ പറയാം, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. പക്ഷെ വിടാനായിട്ട് ശ്രുതി ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. ശ്രുതി പറഞ്ഞു, അതെ അച്ഛൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടതും സച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ആര് കാരണോടാ? അച്ഛൻ കാരണോ? അച്ഛൻ കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും പറഞ്ഞുകൊണ്ട് ആ കോളർ അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് രേവതിയും ശ്രീകാന്തും ശ്രുതി എല്ലാം കൂടെ കൂടിയിട്ട് മാറ്റി വിടുവാണ് ശ്രുതിനെയും സച്ചിനെയും കൂടെ അങ്ങോട്ട്. പെട്ടെന്ന് പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞപ്പോ അവൻ ഇഷ്ടപ്പെട്ടില്ല, അച്ഛനെ പറഞ്ഞപ്പോ കണ്ടോ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റെന്ന് ചോദിക്കുവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വന്ന് രേവതിയോട് പറഞ്ഞു, അതെ സച്ചിയോട് ഇച്ചിരി മാനേഴ്സ് ഒക്കെ സച്ചിനെ പഠിപ്പിക്കുക, കണ്ടോ പൊതു സ്ഥലത്ത് എങ്ങനെ പെരുമാറേണ്ടെന്ന് പോലും അറിയത്തില്ല, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അല്ല അദ്ദേഹം ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നേ? അച്ഛനെ പറയാൻ അവളെ അവകാശം ശ്രുതിക്ക് എന്താ ഇരിക്കണേ? സച്ചി പറഞ്ഞു, അച്ഛനെ ഇത്രയും കാലം തീറ്റി പോറ്റിയതുകൊണ്ടാണല്ലോ അവനെ പഠിച്ചു വലിയ ആളായത്, ഇല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്താനും? എന്നിട്ട് അവൻ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെ അയാള് കാരണോ, അയാളെ കാരണം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണേ. എന്താടാ നീ വിളിച്ചേ? അയാളെന്നോ അതോ അച്ഛനെയോ? നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ആ കോളറിന് കുത്തിപ്പിടിച്ച് അണ്ടർ അങ്ങോട്ട് കൊടുക്കുകയാണ് കർണത്തിനിട്ട്. പിന്നീട് എന്താണ് ആ കൈ അങ്ങോട്ട് പിടിച്ച് രണ്ട് വിരൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഞെരിക്കുവാണ്. നീ ഇനി അച്ഛനെ പറയോടാന്ന് ചോദിച്ചോണ്ട് ഇതെന്റെ കയ്യെന്ന് വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടില്ല സച്ചിക്ക് ആകെപ്പാടെ സമനില തെറ്റിയായിരുന്നു. എല്ലാ ദേഷ്യവും അങ്ങോട്ട് തീർക്കുക സച്ചി. 50 ലക്ഷം കൊണ്ട് ഓടിപ്പോയതിന്റെ ഇപ്പോഴീ വിളിച്ചു പറഞ്ഞതിന്റെ ആരെ പറഞ്ഞാലും സഹിക്കും. അച്ഛനെ അച്ഛമ്മേനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശ്രുതി അയ്യോ എന്റെ വിരളെന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാണ്. ഈ സമയം ശ്രീകാന്തും രേവതിയും എല്ലാരും കൂടെ ചേർന്ന് അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുക. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുക. ശ്രീകാന്ത് പറഞ്ഞു, ഇത് എന്താ സച്ചേട്ടാ ഇത് നോക്കി ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടില്ലേ, നാണക്കേടാന്ന് പറയണം. നാണക്കേടോ? ഇവന് നാണക്കേട് വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എന്റെ കൈ വേനെടുക്കുന്നു, എന്റെ വിരൽ ഫ്രാക്ചർ ആണെന്ന് തോന്നേ, ഒടിഞ്ഞെന്ന് തോന്നേ. ശ്രുതി എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. എന്നിട്ട് വിളിച്ചോണ്ട് അങ്ങ് പോകുന്ന സമയത്ത് ശ്രീകാന്തിനോട് പറഞ്ഞു, ഇതേ ഇവറ്റകളെ പോലെയുള്ള ഇതുങ്ങളെയും കൂടെ മേലല്ലി ഞങ്ങൾ ഒന്നിനെയും വിളിച്ചേക്കല്ല, വരത്തില്ല, കാണിച്ചു കൂട്ടിയതുണ്ടല്ലേ മാനേഴ്സ് ഇല്ലാത്ത സാധനങ്ങള് എന്നും പറഞ്ഞുകൊണ്ട് ബാ ശ്രുതി എന്നും പറഞ്ഞു ശ്രുതിനെയും വിളിച്ചിറക്കൊണ്ടങ്ങ് പോവാ. ഈ സമയത്ത് സച്ചിയുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. സച്ചി അങ്ങോട്ട് പറഞ്ഞു, കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് വരുക. ഈ സമയം രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. രേവതി വന്നപ്പോ തന്നെ സച്ചി പറഞ്ഞു, അവനിട്ട് രണ്ടെണ്ണം കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അവൻ പോയി അവന്റെ വായ അടച്ചു വേണം കൊടുക്കാൻ, ഇനി അവനെ ഒരിക്കലും സംസാരിക്കരുത്. അവന്റെ നാക്ക് വലിച്ച പുറത്തേക്ക് ഇടണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. അച്ഛനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അവന്റെ നാക്ക് കണ്ടിച്ചു കളയാൻ തോന്നിയത്, എന്ത് ചെയ്യാനാ? ആ സമയത്ത് എല്ലാരും കൂടെ കയറി തടഞ്ഞോണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രോഷാവലനായിട്ട് ഓരോന്നെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റുന്നില്ല. ഈ സമയം രേവതി ഒന്നും മിണ്ടാൻ നിൽക്കുക. രേവതി വെച്ച്, നീ എന്താ മിണ്ടായിരിക്കണേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവനെ തല്ലിയെന്ന് ചോദിക്കുക. അതെ തല്ലിയതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ലായിരുന്നു തല്ലണ്ടേ, അത് കുറച്ച് മുമ്പ് കൊടുക്കണ്ടായിരുന്നു. ആ ദയാവിവാഹം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തായിരുന്നു പറയാ. ഇത് കേട്ടത് സച്ചി അന്തം വിട്ട് ഇങ്ങനെ രേവതിനെ നോക്കുവാണ്. കാരണം സച്ചിക്ക് മനസ്സിലായ രേവതിയുടെ രോഷം എത്ര മാത്രമായിരിക്കുമെന്ന്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണാം. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് രേവതിയുടെ സച്ചിയുടെ ആദ്യരാത്രി ഉണ്ട്. അത് മാത്രമല്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി സംഹാര താണ്ഡവം ആടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചന്ദ്രമതി സംഹാര താണ്ഡവം ആടുമ്പോ ചന്ദ്രമതിനെ പൊളിച്ചടുക്കി പഞ്ഞിക്കിടുന്നുണ്ട് നമ്മൾ സച്ചിൻ രേവതിയും കൂടി കൂടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.